ഹായ് ഫ്രണ്ട്സ്, KL-TECHNIൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കണ്ടനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് എറണാകുളം ജില്ലയുടെ ഭാഗം തന്നെയാണ് കണ്ടനാട് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെ നമുക്ക് ഒരു റൈസ് മില്ലുണ്ട്. അതായത് നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മളിത് നെൽകൃഷിയുടെയും കാര്യങ്ങളൊക്കെ, നെൽകൃഷി അതുപോലെ തന്നെ കൊയ്ത്ത്, അതിൻ്റെ അനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അത് എങ്ങനെ അരിയായി മാറുന്നു എന്നുള്ളൊരു വീഡിയോ ചെയ്യാൻ ഒരുപാട് നാളായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ കണ്ടനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുതിയ റൈസ് മില്ല് വന്നിട്ടുണ്ട്. നമ്മുടെ ശ്രീനിവാസൻ സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഫിലിമിലെ. അതായത് ഒരു 4 യൂണിറ്റിൽ കൂടി കിടന്നതിന് ശേഷം ലാസ്റ്റ് അരിയും അതുപോലെ തവിടും അങ്ങനെ പല ഘട്ടങ്ങളായിട്ട് ഇത് വേർതിരിച്ചിരിക്കുന്ന ഒരു വിഷ്വൽസും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഒട്ടും വൈകുന്നില്ല, നേരെ നമുക്ക് വിഷ്വൽസിലേക്ക് പോകാം. A to Z എല്ലാ കാര്യങ്ങളും ഇതിൽ കാണിക്കുന്നുണ്ട്. പച്ചനെല്ല് ഉണക്കാനിട്ടേക്കുക. ഇത് പച്ചനെല്ല് ഉണക്കാനിട്ടേക്കണം. അതിനുശേഷം പുഴുങ്ങാനിടണം. ഇത് നമ്മൾ കാലിന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തേക്ക് ആക്കി കൊടുക്കുകയാണ്. നല്ല വെയിലുണ്ട്, വെയിലത്താണ് ഉണക്കാനിടുന്നത്. ഇതിപ്പോൾ പാടത്തുനിന്ന് കൊയ്തുകൊണ്ട് വന്ന നെല്ല് എടുത്തേക്കണം. തലേ ദിവസം വാട്ടിയിടണം നെല്ല്. ഇതിനകത്താണ് ഇടുന്നത്. അതായത് ഈ അറയിൽ നമ്മൾ നെല്ല് ഇതിനകത്ത് പച്ചനെല്ല് ഇതിനകത്ത് ഇട്ട് വെള്ളത്തിനകത്ത് അതിന്റെ പതിര് പൊങ്ങി വരും. പതിര് വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പൊങ്ങി പോരാനായിട്ടൊക്കെ ഉള്ളത് അതെടുത്ത് മാറ്റിയിടും. ഇത് മാറ്റിയിട്ട് ഈ വെള്ളം പെട്ടിച്ച് കളയും. ഓക്കെ. ഇതിപ്പോൾ നെല്ലുണ്ടോ? ഇല്ലില്ല, നെല്ലിട്ടില്ല. നെല്ലിടാൻ പോകണുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, ഈ കാണുന്ന ഇതിലേക്ക് നമ്മൾ നെല്ലിട്ടതിന് ശേഷം, ഉണങ്ങി നെല്ലിട്ടതിന് ശേഷം അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ പൊങ്ങി വരും. അത് മാറ്റിയതിന് ശേഷമാണ് നമ്മളിത് പുഴുങ്ങാനിടുന്നത്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാഷ് ചെയ്യലാണ്. ഇതിപ്പോൾ നമ്മൾ എത്ര കിലോ ഇട്ടേക്കണേ? 503 കിലോ. ഒറ്റ സമയത്ത് എത്ര കിലോ പുഴുങ്ങാം നമുക്ക്? ഇതിനകത്ത് 1.5 ടണ്ണ് പുഴുങ്ങാം. 1.5 ടണ്ണ് പുഴുങ്ങാം. വെള്ളത്തിലിട്ടാണ് നമ്മൾ പതിരെടുക്കുന്നത്. കംപ്ലീറ്റ് നല്ല ക്ലിയറായി കിട്ടും. ഇത് ഉണക്കിയ നെല്ല് നമ്മൾ ഇട്ടിട്ട് ശരിക്കും വെള്ളത്തിലിട്ടിട്ട് പതിര് തിരിച്ചെടുക്കുന്നത്. അതുപോലെ നല്ല നെല്ല് അടിയിലും അതുപോലെ പതിര് മുകളിലായിട്ട് വരും. ഇതിപ്പോൾ ഒരു 19 കിലോ പതിര് വരുമോ? 50 കഴുകി കോരിയെടുക്കുകയല്ലേ. ഇത് വേസ്റ്റ് അല്ലേ കൂടുതലും? അപ്പോൾ ഇത് നെല്ലിൻ്റെ വേസ്റ്റാണ് കൂടുതലും. ടോപ്പ് ഭാഗത്ത് പൊങ്ങിക്കിടക്കും. ഇത് ഇതിൻ്റെ വേസ്റ്റ്. കാരണം ഇതിൻ്റെ ഉള്ളിലൊന്നും നെല്ലോ കാര്യങ്ങളൊന്നും പതിരായിരിക്കും. ഓൾറെഡി നെല്ലൊന്നും ഇല്ല, അത് വേസ്റ്റ് ഇതായിട്ടുള്ളതാണ്. ഈ സാധാരണ നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ താറാവിനൊക്കെ കൊടുക്കാനൊക്കെ ഇത് ഉപയോഗിക്കില്ല. ഇത് പൊടിച്ച് നമ്മൾ ഇത് പൊടിച്ചിട്ട് പശുത്തീറ്റയ്ക്ക്. ഈ വേസ്റ്റ് വരുന്ന ഇങ്ങനെയുള്ള പതിരുകൾ നമ്മൾ പൊടിച്ച് പശുക്കൾക്ക് കൊടുക്കാനായിട്ട് ഉപയോഗിക്കും. ഫ്രണ്ട്സ്, ഇതാണ് ഇതിൻ്റെ അറയും കാര്യങ്ങളൊക്കെ വന്നിട്ട്. ഇത് നമ്മൾ താഴത്തെ ഭാഗം ഇവിടെ നിന്ന് നമ്മൾ തീയിട്ടിട്ട് ഈ ഒരു ഭാഗത്ത് തീ വന്നിട്ട് നേരെ ഇതാ കാണുന്ന കാസ്റ്റൈനുകൾ പഴുക്കണം. ആ ഈ കാണുന്ന കാസ്റ്റൈനുകൾ പഴുത്തിട്ട് അതിലേക്ക് ഉമി വീഴുമ്പോൾ ഡയറക്റ്റ് കത്തി അതിൻ്റെ പുകയും തീയും കൂടിയാണ് നമുക്ക് അകത്തിട്ട് കിട്ടുന്നത്.
അതുപോലെ വാഴയുടെ കച്ചിയും അതുപോലെ തന്നെ പേപ്പറൊക്കെ കത്തിച്ചിട്ടാണ് അത് ആദ്യം ചൂടാക്കുന്നത്. ആ ഇരുമ്പിൻ്റെ കാസ്റ്റൻ ചൂടായാൽ മാത്രമാണ് ഈ ഉമി താഴേക്ക് വീഴുമ്പോൾ കത്തുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ തീ കൊടുത്തിട്ടുണ്ട്. ഇനി കാസ്റ്റൻ നന്നായിട്ട് പഴുക്കണം. അതിന് ശേഷം മുകളിൽ നിന്ന് നമ്മൾ ഈ ഉമി താഴേക്കിടും. ഇത് പുഴുങ്ങാനുള്ള പ്രോസസ്സാണ് അടുത്ത് നടക്കുന്നത്. അപ്പോൾ നമ്മൾ പുഴുങ്ങാനായിട്ട് ഉപയോഗിക്കുന്നത് ഉമിയാണ്. അപ്പോൾ ഉമി നമ്മൾ ഈ ട്രേയിലേക്ക് ഇട്ടിട്ട് ഈ ഉമിയാണ് നമ്മളിത് പുഴുങ്ങാനുള്ള, വിറകിന് പകരം ഉമിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നെല്ലിൻ്റെ വേസ്റ്റ് വരുന്ന ഭാഗമാണ് ഉമി എന്ന് പറയും. പണ്ട് കാലങ്ങളിൽ ഇത് കരിയിച്ച് അതിൻ്റെ പൊടിയെടുത്താണ് ഉമിക്കരിയായിട്ടൊക്കെ പല്ലേക്കാൻ ഉപയോഗിച്ചത്. ഇതാണ് നമ്മുടെ ഉമി. ഇപ്പം നമ്മൾ ഉമി ഇങ്ങനെ ഇട്ടിട്ട് ഈ ട്രെയിന് നേരെ താഴേട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഉമി നിറയ്ക്കണം. ഇപ്പോൾ ഈ കാണുന്ന ഗ്യാപ്പ് വഴിയാണ് ഉമി താഴേട്ട് പോകുന്നത്. പിന്നെ മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രവർത്തനം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഉമി ജസ്റ്റ് താഴേട്ട് വീഴും. ഇതുപോലെ ഉമി താഴേട്ട് വീഴും. ഉമി താഴേട്ട് വീണിട്ടുണ്ട്. അതാണ് മഴക്കത്ത് പോലെ കത്തുന്നത്. കത്തിച്ച ഉമിയുടെ പുക മുകളിലേക്ക് വലിഞ്ഞു പോകുന്നതാണ്. അപ്പുറത്തെ ടാങ്കിലേക്ക് ജസ്റ്റ് നോക്കിയാൽ അറിയാൻ പറ്റും. താഴേന്ന് കത്തിച്ചതിൻ്റെ ഫ്ലെയിം നേരെ മുകളിലേക്ക് അതിൻ്റെ ഇത് പോകുന്നു. അപ്പുറത്തെ ടാങ്കിലേക്ക്, ടാങ്കിൻ്റെ ഉള്ളിലേക്ക്, അപ്പുറത്തെ വാട്ടർ ടാങ്കിലേക്ക്, അതായത് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ ടാങ്കിൻ്റെ ഉള്ളിലേക്കാണ് ഈ തീ ചെല്ലുന്നത്. അപ്പോൾ നമ്മളിവിടെ കത്തിച്ചതിൻ്റെ തീരെ പുക നമ്മളിത് ഇതിൻ്റെ മുകളിൽ കൂടിയാണ് പോകുന്നത്. ജസ്റ്റ് അതിനായിട്ട് പോക്കുകളിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും അതിൽ കൂടി നല്ല ബ്ലാക്ക് കളറായിട്ട് പുക പോകുന്നത്. ഈ വെള്ളം തിളക്കി. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി അത് തിളച്ച് വന്നം. തിളച്ചിട്ട് നെല്ലെടുത്ത് നമ്മൾ ഇതിലേക്ക് ഇടണം. ശരിക്കും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഈ വെള്ളം ഇങ്ങോട്ട് ഇടും. അതായത് തിളപ്പിച്ച് ചൂടായ വെള്ളം നമ്മൾ ആദ്യം കഴുകി നെല്ലിലേക്ക് ഇട്ടിട്ട് പുഴുങ്ങിയിടും. ഇന്നിടും. നാളെ നാളെയാണ് വയ്ക്കും. നെല്ല് കത്തി അതിൻ്റെ ഫ്ലെയിമും അത് കാര്യം വേണം. ഇതിൻ്റെ അടിയിൽ കൂടിയാണ് വന്നത്. ഇതിലെ വന്ന പുക നേരെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് വലിച്ചെടുത്തിട്ടാണ് നമ്മളിതിൻ്റെ പുക എക്സോസ്റ്റായിട്ട് നേരെ മുകളിലേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ ഈ ടാങ്കിലുള്ള വെള്ളം പൂർണ്ണമായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നെല്ല് കഴുകാനിട്ടേക്കുന്ന ട്രേയിലേക്ക് ആ വെള്ളം പാസ് ചെയ്യിക്കും. ഇപ്പോൾ ഈ കാണുന്നത് ഈ പൈപ്പിങ്ങനെ വെച്ചേക്കുന്നതിൻ്റെ മെയിൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നെല്ല് നമ്മളിൽ ഇട്ടതിന് ശേഷം ബാക്കി വരുന്ന വെള്ളം ഇതിൽ കൂടി ഫുട്ബോൾ ഇട്ടതിന് ശേഷം വലിച്ച് പുറത്തേക്ക് കളയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ ഫുട്ബോൾ ഇട്ടതിന് ശേഷം മോട്ടർ ഉപയോഗിച്ച് ഈ വെള്ളം പുറത്തേക്ക് അടിച്ചു കളയും. തിളച്ചിട്ടില്ല, അതിൻ്റെ ഒരു പാകമായിട്ടുണ്ട്. അതായത് നമ്മുടെ വെള്ളം നല്ല രീതിയിൽ ഹീറ്റായിട്ട് ആവി വന്നിട്ട് ഇതിന് നമ്മൾ ഈ ട്രേയിലേക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയി ട്രാൻസ്ഫർ ചെയ്യും. തിളച്ചിട്ടില്ല, നല്ല ആവിയൊക്കെ ആയിട്ടുണ്ട് നല്ല രീതിയിൽ. അപ്പം നമ്മൾ ആദ്യം ഇട്ട നെല്ല് ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. കാരണം അതിൽ വെള്ളമൊക്കെ പറ്റിച്ച് കളഞ്ഞിട്ട് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ വീഴുമ്പോൾ അറിയാം അത്രയും ക്രിസ്പി ആയിട്ട് അത്രയും ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ടാങ്കിൽ നിന്ന് ചൂടാക്കിയ വെള്ളം നേരെ ഈ ഓസ് വഴി നേരെ നമ്മുടെ നെല്ലിലേക്ക് ഇടും. അപ്പോൾ നമ്മുടെ വെള്ളം സ്റ്റീമായിട്ടുണ്ട്. അത് നമ്മളിതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. രാവിലെ എടുത്ത് പുഴുങ്ങായിട്ട് ആ ടാങ്കിലേക്ക് ഇടും. അപ്പോൾ എന്നാൽ നാളെ രാവിലെ നിന്ന് എടുക്കണം, എന്നാലും അറിയാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു പ്രോസസ്സിങ് കഴിഞ്ഞിട്ട്
വീണ്ടും നാളെ അതിലിട്ടിട്ട് വേവിക്കണം. നാളെ ഇരിപ്പുഴുക്ക് ഇതിപ്പോൾ രണ്ടാമത്തെ ചൂടുവെള്ളം ഉപയോഗിച്ചുള്ളൊരു വാഷ്. ചൂടുവെള്ളത്തിൽ വെച്ചിരുന്ന് വാട്ടണം, ഒന്ന് വേവിക്കുക. ആദ്യം പച്ചവെള്ളം, അതിനുശേഷം നമ്മൾ ആദ്യം പച്ചവെള്ളത്തിൽ നമ്മൾ വാഷ് ക്ലീൻ ചെയ്തെടുത്ത് ഇതിനകത്ത് ചൂടുവെള്ളത്തിൽ നമ്മൾ ഒരു ഹാഫ് ബോയിൽ നെല്ല് തിളയ്ക്കാൻ കണ്ടോ, നെല്ല് തിളച്ച് ഇതാവണേൻ്റെ അപ്പോൾ നമ്മൾ ഇന്നലെ ഇട്ട നെല്ല് ഏകദേശം അതിൻ്റെ വെള്ളം നമ്മൾ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആവിയിൽ സ്റ്റീം ചെയ്തെടുക്കാൻ പോവാണ്. ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ നെല്ല് കിടക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇത് നമ്മൾ സ്റ്റീമിലിട്ടിട്ട് ഇനി പുഴുങ്ങിയെടുക്കണം. ഇതാണ് ജസ്റ്റ് അതിൻ്റെ ഒരു ഭാഗം. ഇത് നമ്മൾ വെള്ളം നിറച്ച് ഇനി നമ്മൾ ഈ ഷീറ്റിട്ട് മൂടിയിട്ട് താഴേന്ന് സ്റ്റീം വരും. അപ്പോൾ ഇതിൻ്റെ ഹോളിൽ കൂടി, ഇതിൽ ചെറിയ ഹോളുകളുണ്ട്, ആ ഹോളിൽ കൂടി സ്റ്റീം മുകളിലേക്ക് വന്നിട്ടാണ് ഇത് നമ്മൾ പുഴുങ്ങിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, വെള്ളം ഇതിൻ്റെ അടിയിൽ സ്റ്റീം വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടി ചെറിയ ഹോളിൽ കൂടിയാണ്. അതിൻ്റെ മുകളിൽ കൂടി വെള്ളം വന്നിട്ടാണ് നമ്മൾ സ്റ്റീം വന്നിട്ടാണ് നമ്മളിത് പുഴുങ്ങിയെടുക്കാൻ പോകുന്നത്. ഇതെല്ലാം ഈ ഇരുമ്പിൻ്റെ ഒരു കൂട് തന്നെയാണ്. 2 ഡോറുകളുണ്ട്. प्रॉब्लम है? हाँ नहीं प्रॉब्लम नहीं। हाँ, ये फिल्म जैसा है. आलू आएगा. उड़ीसा भी जाएगा। उड़ीसा का नाम देखिए. ശേഷം നമ്മളിതിലേക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഈ നെല്ലിന് ഇപ്പോഴും നല്ല ചൂടുണ്ട്. ഇനി നമ്മളൊന്നും കൂടി സ്റ്റീം ചെയ്തെടുക്കണം. ഇതിപ്പോൾ നമ്മളൊരു 400 കിലോ ഇട്ടാണ്ടാണ് ഇതിൻ്റെ ഹാഫ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് ഇട്ട് വരുമ്പോൾ ബോയിൽ ചെയ്തെടുക്കാൻ ഏകദേശം ഒരു 2 മണിക്കൂർ വേണം. അപ്പോൾ ഏകദേശം നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ഇത് നമുക്ക് സ്റ്റീം ചെയ്തിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ചണച്ചാക്ക്, അതായത് നൂൽച്ചാക്ക് ഉപയോഗിച്ചിട്ട് ഇത് മൂടിയിടുകയാണ് സാധാരണ ചെയ്യാവുന്നത്. അപ്പോൾ ആ സ്റ്റീം നന്നായിട്ട് കിട്ടിക്കോളും. നമ്മൾ ജസ്റ്റ് ഒരു ചൂട് വെച്ചിട്ട് അതൊന്ന് ലെവൽ ചെയ്തിട്ടേക്കണം. ഇതുപോലെ നന്നായിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചാക്ക് വെച്ചിട്ട് മൂടണം. അപ്പം നമ്മളിത് പൂർണ്ണമായിട്ട് അടച്ചിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ നിന്ന് തീ കൊടുക്കാൻ പോവുകയാണ് സ്റ്റീം ചെയ്യാനായിട്ടുള്ളത്. ഇന്നലെ കത്തിച്ചതിൻ്റെ ഉമിയുടെ ചാരമാണ് ഇത് കാണുന്നത്. ഇത് നമ്മൾ വളത്തിനായിട്ട് ഉപയോഗിക്കും. വളത്തിനും ഇതൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഫ്രണ്ട്സ്, ഈ സൈഡ് വഴിയൊക്കെ സ്റ്റീമായിട്ടുണ്ട്. മുകളിൽ കൂടി സ്റ്റീം വന്നാൽ മാത്രമാണ് ഇത് നമ്മൾ മാറ്റുള്ളൂ.
ഇപ്പോൾ ഈ സൈഡ് വഴി അത്യാവശ്യം സ്റ്റീമും കാര്യങ്ങളും വരുന്നുണ്ട്. ജസ്റ്റ് കണ്ടറിയാൻ പറ്റും, എന്താ ആവി പറക്കുന്നുണ്ട്. ഇത് ഇനി ആവിയിൽ പുഴുങ്ങി മുകളിലേക്ക് ആ ചാക്കിൻ്റെ മുകളിൽ കൂടി ആവി വന്നാലാണ് ഇത് പാകമാവുള്ളൂ. അപ്പോൾ നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. ഏകദേശം നമുക്കൊരു 1 മണിക്കൂറായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു കർഷകൻ ഏകദേശം 120 ദിവസം കൊണ്ട്, അതായത് പാടം ഒരുക്കി നെല്ലെറിഞ്ഞു വിത്തായി അതിനുശേഷം അത് കൊയ്ത് നെല്ലാവാനായിട്ട് 120 ദിവസം. അതേപോലെ തന്നെ ശ്രമകരമായിട്ടുള്ള വലിയൊരു പണിയും കൂടിയാണ് നമ്മളിത് അരിയാക്കി മാറ്റുന്നത്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അരി എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് പുതുതലമുറക്കും കൂടി അറിയാൻ വേണ്ടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ പുറകിൽ ഒരുപാട് ആൾക്കാർ അധ്വാനമുണ്ട്. സ്വന്തം നെല്ലിനെയും അതുപോലെ തന്നെ തൻ്റെ കൃഷിസ്ഥലങ്ങളെയും മറ്റുള്ള കീടങ്ങളിൽ നിന്നും ആനിമൽസിൻ്റെ അറ്റാക്കിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് നോക്കിയും സംരക്ഷിച്ചൊക്കെയാണ് ഇതിനെ നമ്മൾ അതിൻ്റെ പൂർണ്ണ വളർച്ചയിലെത്തിക്കുന്നത്. അതേപോലെ തന്നെ ഇതും ഒരു ശ്രമകരമായ കാര്യമാണ്. അപ്പോൾ ഒരു കർഷകൻ്റെ ബുദ്ധിമുട്ട് എല്ലാവരും മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെയാണ് ഓരോ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്തിട്ട് അവർ കൃഷി ചെയ്യുന്നതും. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ കൃഷി സ്ഥലത്തുള്ള കൃഷി നശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരാളുടെ വേദന, ഇപ്പോൾ നമ്മൾ ഓരോ കർഷകൻ മരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതൊരു വാർത്തയായിരിക്കാം. പക്ഷേ അവരത്രയും കഷ്ടപ്പെട്ടിട്ട് ലാസ്റ്റത്ത് കൈവിട്ട് പോകുമ്പോണ്ടാകുന്നൊരു മനോവിഷമം അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോഴത്തെ തലമുറയ്ക്കും അതുപോലെ തന്നെ ഇനി വളർന്നു വരുന്ന എല്ലാ തലമുറക്കും ഈ ഒരു വീഡിയോ ഒരു ഉപകാരമാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. കാരണം അരി എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കടയിൽ പോയി മേടിക്കുന്നു എന്ന് പറയുന്ന തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്നും കൂടി ഒരു അവയർനെസ് ആവും. അതിനും കൂടിയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതാ നല്ല രീതിയിൽ സ്റ്റീം വന്നുകൊണ്ടിരിക്കുന്നത്. ആയിട്ടില്ലെന്നാണ് ചേട്ടൻ പറഞ്ഞത്, നല്ല രീതിയിലാവണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാ കണ്ടറിയാൻ പറ്റും സ്റ്റീം നല്ല സ്പീഡായിട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ് നല്ല രീതിയിൽ സ്റ്റീമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡ് നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ആവിയുള്ളതുകൊണ്ട് ജസ്റ്റ് നമുക്ക് കാണലിച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ നെല്ലിങ്ങനെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ആ ഭാഗത്തു നിന്നൊക്കെ നെല്ല് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നമ്മൾ ട്രെയിലേക്ക് മാറ്റുമ്പോൾ ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം ഇട്ടത് നല്ല രീതിയിൽ സ്റ്റീമായിട്ടുണ്ട്. ഫ്രണ്ട്സ് ഇതിൽ നോക്കിയറിയാൻ പറ്റും നെല്ലൊക്കെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പാകമായി തുടങ്ങുന്ന ഒരു ഇതാണ്. നമ്മളിത് ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് എടുക്കുക. നമ്മൾ ഈ സ്റ്റീമിന് പിടിയിൽ നിന്ന് പുറത്തേക്ക് ഇടണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടി വെന്ത് പോകും. അങ്ങനെ പോകാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് നെല്ല് പൊട്ടാനേ പാടുള്ളൂ. ഇതിൽ കണ്ടറിയാൻ പറ്റുന്ന കയ്യിൽ നെല്ല് പൊട്ടി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പാകം. അത് നല്ല ചൂടാണ്. നെല്ല് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഓവറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ കുഴപ്പമില്ല. ഓവറായി പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ തണുപ്പ് കാലാവസ്ഥയിൽ അത് പിടിയിൽ നിന്ന് ചീത്തയായി പോകും. ഇത് നല്ല കറക്റ്റ് പാകത്തിന് പൊട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ കുറേ ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം അതിനു വേണ്ടിയാണ് പിടിയിൽ നിന്ന് ഇത് സ്റ്റീമിൽ വലിച്ച് ഇങ്ങോട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ സ്റ്റീം കയറി ജസ്റ്റ് നാശമായി പോകും. സൂര്യൻ ഡയറക്റ്റ് അടിക്കുന്നില്ല. നമ്മൾ ഷീറ്റിൻ്റെ ഈ അൾട്രാവയലറ്റ് ഷീറ്റാണിത്. അതിൽ നിന്ന് കിട്ടുന്നത് ചൂട്. ഈ ചൂട് പുറത്ത് പോകില്ല. ഈ ഹീറ്റ് ഒരിക്കലും പുറത്ത് പോകില്ല. അത് ഇതിനെ മേക്ക് ചെയ്യാൻ ഒരു ഗുണമാണ്. അതായത് മഴക്കാലത്ത് നമുക്ക് നെല്ലുണക്കാം, അങ്ങനെയുള്ള ഇതിന് വേണ്ടി. അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്ന നെല്ല് മഴക്കാലത്ത് ജസ്റ്റ് ഉണക്കിയിട്ട് നമുക്ക് പൊടിക്കാനെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നല്ല ചൂടാണ്. നല്ല ചൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തെ ചൂടിനേക്കാൾ ഇരട്ടി ചൂടാണ് ഇതിൻ്റെ ഉള്ളിൽ. ആ ഷീറ്റ് ഓക്സിജൻ കിട്ടില്ല. ഫ്രണ്ട്സ് നമ്മളിപ്പോൾ വന്നിട്ട് ഇതിനെ പവർന്നെടുത്ത നെല്ല് നമ്മൾ നേരെ ഇവിടെ കൊണ്ടിട്ട് നമ്മളിടാൻ പോവുകയാണ്. ഏകദേശം നാളെ കൊണ്ട് ഇത് ഡ്രൈ ആയി കിട്ടുമെന്ന് പറഞ്ഞാൽ എന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഓക്കെ
അന്യായപ്പെട്ട ടെക്നോളജി കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ട്രോളിയുടെ ലിവർ തട്ടി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് അത് നെല്ല് ചെയ്യുന്നത്. ഇതിപ്പോൾ ഈസിയാണ്, നിരത്താനൊക്കെ എളുപ്പമാണ്. കേട്ടോ, ഒരു മിനിറ്റ് കേട്ടോ, ആ ലിവർ തട്ടണമെന്ന് കാണിച്ചിട്ടെ. ആ നല്ല സ്റ്റീമും ഉണ്ട് കേട്ടോ. എടുത്തിട്ട നെല്ല് ഇതുപോലെ കാലിന് ചുറ്റി കൊടുക്കണം. കാരണം അതിൻ്റെ ഉണക്കെല്ലാവർക്കും കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ കൂടിക്കിടന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അടിയിലേക്ക് നെല്ല് പച്ചയായിട്ട് തന്നെ കിടക്കും. അപ്പോൾ അത് ഉണങ്ങാനായിട്ട് നമ്മൾ കാലിൽ ഇതുപോലെ ചുറ്റി കൊടുക്കണം. ഓരോ അരമണിക്കൂർ കൂടുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണമായിരിക്കും അല്ലേ? ചൂട് കൂടുതലായതുകൊണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സ്റ്റീം ചെയ്ത് ഉണങ്ങിയ നെല്ല് ഇതാ കാണുന്ന ആ ഭാഗത്തേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഉണങ്ങിയ നെല്ല്, പുഴുങ്ങി ഉണങ്ങിയ നെല്ല് ഇട്ടിട്ടുണ്ട്. ഇത് പാടി ക്ലീനർ. ഓ, ഇതിലെ വേസ്റ്റ് വരെ സാധനങ്ങളൊക്കെ പറന്നു പോകാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. വേസ്റ്റ് പതിര് വേസ്റ്റ് മറ്റേ ഈ തൊണ്ടക്കില്ലേ, അതെല്ലാം ക്ലീൻ ആയിട്ട് നമുക്ക് നെല്ല് മാത്രമായിട്ടല്ലേ വരും. അതാണ് പാടിക്കുന്നത്. ഇത് വന്നിട്ട് വലിച്ചു കയറ്റി സക്ഷൻ ചെയ്തിട്ട് മോളിൽ വന്നു. ഇത് അതുപോലത്തെ ഒരു സക്കിങ് മെഷീനാണ്. ഇത് നേരെ ഇത് ഷള്ളർ. ഇത് ഷള്ളർ ഉമ്മി കളയാനുള്ളത്. ഫുൾ തവളായിട്ട് എടുക്കാവുന്നതാണ്. ഇത് ഉമ്മി കളയാണ് ഷള്ളർ. അത് അടുത്ത എലിവേറ്റർ കയറിയിട്ട് ഇവിടെ വരും. എലിവേറ്റർ കയറി ഹള്ളർ. അതെന്തിനായിട്ട് ഉപയോഗിക്കുന്നത്? ആവശ്യാനുസരണം തവിട് നിർത്താനുള്ളത്. ഓ, നമുക്ക് എന്തോരം ആവശ്യമുണ്ടോ അതനുസരിച്ച് കൺട്രോൾ ചെയ്ത് നിർത്താം. അപ്പം നമുക്കിപ്പോൾ ഫുൾ വെളുപ്പിക്കാം. ഒരു 30% മണി 30%, 60% അരിയിൽ അറേഞ്ച് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് ഒന്നോടെ കയറി ഇറങ്ങി ഡീ സ്റ്റോണർ. നമുക്ക് എന്തെങ്കിലും പിന്നെ ഒന്ന് പാറ്റിപ്പെറുക്കി കല്ലുണ്ടെങ്കിൽ കല്ലും തിരിഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് മൊത്തം നമുക്ക് 1, 2, 3, 4 സ്റ്റെപ്പുകളുണ്ട്. 4 എലിവേറ്റർ ഉണ്ട്. 4 എലിവേറ്റർ ഉണ്ട്, വലിച്ചേറ്റാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ടാങ്കിലിട്ട നെല്ല് നേരെ ഈ ഹോള് വഴി നേരെ ഈ ഒരു സക്ഷൻ പൈപ്പിലേക്കാണ് വരുന്നത്. ഇതുവഴി സക്ക് ചെയ്തിട്ടാണ് നേരെ ഈ മെഷീൻ്റെ മുകളിൽ കൂടി നമ്മൾ ഈ കാണുന്ന മെഷീനിലേക്ക്, ഫസ്റ്റ് മെഷീനിലേക്ക് ഈ അരി എത്തുന്നത്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കല്ലിവിടെ കംപ്ലീറ്റ് തിരിയും. കംപ്ലീറ്റ് കല്ലും എല്ലാ അളവലാതെ ഇതിനകത്ത് വേസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇതിനകത്ത് തിരിഞ്ഞു. കല്ലെല്ലാം തിരിഞ്ഞു വരും. ഓക്കെ. ഇത് പാടി ക്ലീനർ. ഓ, ഇതിലെ വേസ്റ്റ് വരെ സാധനങ്ങളൊക്കെ പറന്നു പോകാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. വേസ്റ്റ് പതിര് വേസ്റ്റ് മറ്റേ ഈ തൊണ്ടക്കില്ലേ, അതെല്ലാം ക്ലീൻ ആയിട്ട് നമുക്ക് നെല്ല് മാത്രമായിട്ടല്ലേ വരും. അതാണ് പാടിക്കുന്നത്. ഇത് ഷള്ളർ ഉമ്മി കളയാനുള്ളത്. ഫുൾ തവളായിട്ട് എടുക്കാവുന്നതാണ്. ഇത് ഉമ്മി കളയാണ് ഷള്ളർ. അത് അടുത്ത എലിവേറ്റർ കയറിയിട്ട് ഇവിടെ വരും. എലിവേറ്റർ കയറി ഇത് ഹള്ളർ. അതെന്തിനായിട്ട് ഉപയോഗിക്കുന്നത്? ആവശ്യാനുസരണം തവിട് നിർത്താനുള്ളത്. ഓ, നമുക്ക് എന്തോരം ആവശ്യമുണ്ടോ അതനുസരിച്ച് കൺട്രോൾ ചെയ്ത് നിർത്താം. അപ്പം നമുക്കിപ്പോൾ ഫുൾ വെളുപ്പിക്കാം. ഒരു 30% മണി 30%, 60% അരിയിൽ അറേഞ്ച് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് ഒന്നോടെ കയറി ഇറങ്ങി ഡീ സ്റ്റോണർ. നമുക്ക് എന്തെങ്കിലും പിന്നെ ഒന്ന് പാറ്റിപ്പെറുക്കി കല്ലുണ്ടെങ്കിൽ കല്ലും തിരിഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് മൊത്തം നമുക്ക് 1, 2, 3, 4 സ്റ്റെപ്പുകളുണ്ട്. 4 എലിവേറ്റർ ഉണ്ട്. 4 എലിവേറ്റർ ഉണ്ട്, വലിച്ചേറ്റാണ്. ഫ്രണ്ട്സ്, ഈ കാണുന്നത് അരി ഏകദേശം നമുക്ക് തവിടോടുകൂടി കൂടിയ അരിയാണ്. അതാണ് ഒരു കളറിൻ്റെ ചെറിയൊരു ഡിഫറൻസ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ സെക്ഷനിൽ തന്നെ നമുക്ക് ഇതില്ലാതെ
പ്യുവർ അരിയായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു സെക്ഷനും കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷയം നമ്മൾ കാണിക്കും. ഇതിപ്പോൾ തവിടോട് കൂടി അരിയായതുകൊണ്ടാണ് ചെറിയൊരു കളർ വ്യത്യാസം. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മുടെ അവസാനഘട്ട ക്ലീനിങ് ആണ്. കാരണം ഏറ്റവും ഫൈനൽ വരുന്ന ഒരു ക്ലീനിങ് ആണ്. അപ്പോൾ ലാസ്റ്റ് വരുന്ന ഉമിയൊക്കെ ഈ സൈഡിൽ കൂടി തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് അവസാനഘട്ട ക്ലീനിങ്. ഫ്രണ്ട്സ്, ഈ ഫൈനൽ സ്റ്റേജിൽ കാണുന്ന ഈ റെഡ് കളറായിട്ടുള്ള അരി തവിടില്ലാതെ പൂർണ്ണമായിട്ടും നമ്മുടെ അരിയായിട്ട് തന്നെ കിട്ടുന്നത്, അതായത് വിത്തൗട്ട് തവിടിലുള്ള അരിയാണ് ഇപ്പോൾ ഈ വരുന്നത്. നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പ്യൂറായിട്ടുള്ള അരിയാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇതിൽ തവിടില്ലാത്തതുകൊണ്ടാണ് ഇത് നല്ല റെഡായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടി നമ്മളിൽ ആഡ് ചെയ്യുന്നു. കാരണം ഇവിടെ നമുക്ക് തവിടുള്ള അരിയും തവിടില്ലാത്ത അരിയും രണ്ടും നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത് ഓരോ വ്യക്തികളുടെ നെല്ലാണ്. അപ്പോൾ ആവശ്യാനുസരണം അവർ എന്ന് വേണമെന്ന് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പുഴുങ്ങി കുത്തി അവർക്ക് അരിയാക്കി കൊടുക്കും. മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമ്മൾ അങ്ങനെ എത്ര നാൾ വരെ അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കും? അതിന് നമ്മൾ അവരെ സൗകര്യം പോലെ അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പം 2 വർഷമായ നെല്ലൂർ ഇരിക്കും. നമ്മളത് ഒന്നും കമൻറ്റ് ചെയ്യാറില്ല, ഒന്നും പേ ചെയ്യാറില്ല. അത് നമ്മുടെ ഒരു ഇതല്ലേ. ഇതിപ്പോൾ ഏതോ കോട്ടൂര, ഇത് വരാപ്പുഴ ടീമിൻ്റെവും വരാപ്പുഴ, അങ്ങനെ പല സ്ഥലത്തുനിന്ന് കൊണ്ടുവരുന്ന നെല്ലുകളുണ്ട്. ഇത് തമ്പി, അത് വേറെ ടീമിൻ്റെയാണ്. ഇതിപ്പോൾ ഇത് വേറെ ടീമിൻ്റെയാണ്. അത് അങ്ങനെ വേറെ ഓരോ ടീമിൻ്റെ നെല്ല് വന്നേക്കാണ്. ഫ്രണ്ട്സ്, ഈ കാണുന്ന എല്ലാം പുറത്തുനിന്ന് ആൾക്കാർ ഇവിടെ നെല്ല് പുഴുങ്ങി കുത്താൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ഏത് ഡേറ്റിനാണ് വേണ്ടതെന്ന് പറയുമ്പോൾ ആ സമയത്ത് നമ്മളിത് കഴുകി പുഴുങ്ങി അവർക്ക് അരിയായിട്ട് പൊടിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ സ്റ്റോർ ചെയ്തിട്ട് ഇതുപോലെ ഓരോ സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുന്ന പാടത്ത് നിന്ന് ശേഖരിച്ചേക്കുന്ന നെല്ലുകൾ ഇവിടെ ഇതുപോലെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ഉണക്കി സ്റ്റോർ ചെയ്ത് വെച്ചേക്കുകയാണ്. എൻ്റെ പേര് സാലു ഡേവിഡ്. മട്ടമേൽ റൈസ് മിൽ നടത്തുന്നതാണ് ഞാൻ, കണ്ടനാട്. അദ്ദേഹം പേര് സമിത. ഇത് ബഹുമാനപ്പെട്ട ശ്രീനിവാസൻ സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്ത്. ഭംഗിയായിട്ട് നടന്നു പോകുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ പുഴുങ്ങണ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. ഇപ്പോൾ അത് നമ്മൾ ആവശ്യാനുസരണം പുഴുങ്ങി ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് തവിട് നിർത്തി അരി കൊടുക്കുക എന്നുള്ളതാണ്. മീൻസ് ഒരു 30%, ഒരു 60%, 100%. ഇങ്ങനെ നമുക്ക് ആ രീതിയിൽ നമുക്ക് അരി കൊടുക്കാൻ പറ്റും. അതിപ്പോൾ നമ്മളിവിടെ നിന്ന് തന്നെ അരി ലോക്കലായിട്ട് കൊടുക്കുന്നുണ്ട്, മില്ലിൽ നിന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് മരുന്നൊന്നും അടിക്കാത്ത മരുന്നാണ്. ഇതാണ് ഇത്. നമ്മൾ അധികം നാൾ വെച്ചിരുന്നാൽ വെക്കുന്ന ഉച്ചം കയറും. നമുക്കൊരു 1.5-2 മാസത്തേക്കുള്ള അരി ഇരിക്കില്ല. കാരണം ഇതിന് കഴിഞ്ഞാൽ വെക്കുന്ന ഉച്ചം കയറും, ആരും മരുന്നൊന്നും അടിക്കാത്തതുകൊണ്ട്. അപ്പോൾ അരി നന്നായിട്ട് പോകുന്നുണ്ട്. ഇവിടെ ആവശ്യമുള്ളവർക്ക് നമുക്ക് എൻ്റെ നമ്പറിൽ വിളിച്ച് കൊടുക്കാവുന്നതാണ്. നിലവിലിപ്പോൾ ഞാൻ അരി ഫുൾ തവിട് അരി കൊടുക്കുന്നുണ്ട്, പച്ചരി ഫുൾ കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചരിയുടെ നമ്മൾ ചെമ്പാവ് പുട്ടുപൊടി പോലത്തെ, കാരണം തോടോട് കൂടിയ പുട്ടുപൊടി കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞപ്പൊടിയുണ്ട്. ഞാൻ ഇവിടെ തന്നെ കൃഷി ചെയ്ത മഞ്ഞളാണ്. അത് മഞ്ഞപ്പൊടിയും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മല്ലി, മുളക്, മഞ്ഞപ്പൊടി എല്ലാം നമ്മളിവിടെ പൊടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് പശുവിന് വേണ്ട കാലിത്തീറ്റകൾ, മീൻസ് പതിര് പൊടിച്ചു കൊടുക്കുന്നുണ്ട്. പതിര് പശുവിനും പോത്തിനും കൊടുക്കാവുന്നതാണ്, കോഴിക്ക് കൊടുക്കാവുന്ന അവിടെ എല്ലാം കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് നമ്മളിവിടെ നെല്ല് കൊണ്ടുവന്ന് പുഴുങ്ങി ഉണങ്ങി കുത്തി അരിയാക്കി കൊടുക്കുക. ആരും നെല്ല് കൊണ്ടുവന്നാൽ നമ്മൾ അതനുസരിച്ച് പുഴുങ്ങി ഉണങ്ങി കുത്തി അരിയാക്കി കൊടുക്കും. യാതൊരു ഒരു മരുന്നും ചേർക്കുന്നില്ല അതിനകത്ത്. നമ്മൾ ചെയ്യുന്നത് വളരെ ഫ്രഷായിട്ട് നല്ല ശുദ്ധവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി പതിര് കളഞ്ഞ് നേരെ അതുപോലെ തന്നെ നമ്മൾ ടാങ്കിലിട്ട് ആവിയിൽ വേവിച്ച് നമ്മൾ ഡ്രയർ ഉണക്കി, മീൻസ് നമ്മൾ അൾട്രാ വയലറ്റ് ഡ്രയറാണ്. അതിനകത്ത് ഉണക്കി കഴിഞ്ഞാൽ വല്ല കൊണ്ടുണ്ട്, ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത്. അതുപോലെ അവനെ കൊടുക്കുന്നത്. ഇപ്പം എന്ന നെല്ല് നമ്മൾ ഒരു മരുന്നും ചേർക്കാതെ വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കുന്നു. അത് തന്നെ, യാതൊരു കെമിക്കലും നമ്മളൊന്നും ചേർക്കുന്ന ആവശ്യമില്ല. എൻ്റെ ആവശ്യമില്ല. കാരണം നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. കാരണം ആര് വന്ന് നോക്കിയാലും കാണാൻ പറ്റും, അറിയാനും പറ്റും. ഓക്കെ, ഇത് തവിട് ഫുള്ളായിട്ട് തവിടുള്ള പച്ചരി പുഴുങ്ങാത്തത്. പുഴുങ്ങിയ ഫുൾ തവിട് അരി പുഴുങ്ങിയതല്ലേ? പുഴുങ്ങിയ അരി, ഫുൾ തവിട്, ഒട്ടും തവിട് കളയാത്ത. ഇത് ഒട്ടും തവിട് കളയാത്ത പുഴുക്കലരി. നമുക്കൊരു 30-40% തവിട്. ഇത് വന്നിട്ട് ഒരു 30%, ആവറേജ് ഒരു 40%, ഇൻക്ലൂഡിങ് തവിടോട് കൂടിയ അരിയാണ്. നമുക്ക് ഇവിടെ 4 ടൈപ്പ് അരിയാണ് ഇപ്പൊ നിലവിലുള്ളത്. ഇതിപ്പോ 3ാമത്തെ ടൈപ്പാണ്. ഇത് വൈറ്റ്, ഒട്ടും തവിടില്ലാത്ത ടൈപ്പ്. ഇത് ഒട്ടും തവിടില്ലാത്ത അരിയാണ്. അതായത് ഒരു 0% തവിടില്ലാത്ത അരിയാണിത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം ഏത് അരി വേണമെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഫ്രണ്ട്സ്, ഇത് ഇവിടെ തന്നെ നട്ട് ഉണ്ടാക്കിയ, അതിൽ നിന്നും പൊടിച്ചെടുത്ത ശുദ്ധമായ മഞ്ഞളാണ്. നിങ്ങൾക്ക് മഞ്ഞളും ഇവിടെ അവൈലബിൾ ആണ്. ഏകദേശം മഞ്ഞളും നമ്മളിവിടെ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ കെമിക്കൽസും ചേർക്കാതെ
നാച്ചുറലായിട്ട് ഇവിടുത്തെ വളം ഇവിടുത്തെ ചാരവും ചാണാനും മാത്രം. ഇവിടുത്തെ ചാരം ചാണാനൊക്കെ ഇട്ടിട്ട് ചെയ്യുന്ന അത് യാതൊരുവിധ കെമിക്കൽസും ഇല്ല. 100% വേറൊരു വളമില്ല, അതിനകത്ത് ചാരവും ചാണാനും മാത്രമേ ഉള്ളൂ മറ്റേ മഞ്ഞളിനകത്ത്. ഈ മെഷീൻ നമ്മളില്ല പതിരെന്ന് പറഞ്ഞില്ലേ, പതിര് നമുക്ക് കോഴിക്ക് കൊടുക്കാൻ, മറ്റേ കോഴിക്കും പശുവിനാണ് അത് പതിര് പൊടിക്കാനുള്ള മെഷീൻ. ഇതാണ് പ്രത്യേക ഒരു മറ്റേ പൾവറൈസറാണ് അത്. നമ്മൾ മുളക് പൊടിക്കാൻ മാത്രം, മുളക് മല്ലി. ഇത് നമുക്ക് അരി ഗോതമ്പ് പൊടിക്കാൻ, അത് പൊടിക്കാനായിട്ട്. ഇത് അരി വറക്കാൻ, ഇത് അരി വറക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടല്ലോ ഇപ്പോൾ ഓൾറെഡി. ഓ, ഇത് ഗ്യാസ് ഉപയോഗിച്ച് എടുത്താണ് നമ്മൾ ചൂടാക്കുന്നത് പറഞ്ഞത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കി നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻസ് ആയിട്ട് അയക്കുക. അപ്പോൾ ഓക്കെ ചേട്ടാ, വലിയൊരു സന്തോഷം.